ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഏതിൻ്റെ തോട്ടത്തിലേക്ക് സ്വാഗതം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. നമുക്ക് നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് കടന്നാലോ. നല്ല അടിപൊളി കടലക്കറിയാണ്. ഞാൻ വെള്ളക്കടലയാണ് കറി വെച്ചിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ തലേന്ന് കടല കുതിർക്കാൻ വെക്കും. നമ്മൾ നൈറ്റ് വെക്കുമല്ലോ. ഞാൻ അപ്പത്തിൻ്റെ കൂടെയാണ് ചെയ്യുന്നത്. അതിനായിട്ട് അപ്പത്തിനുള്ള മാവ് കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. ഈ അപ്പം ഇഡലിയും ദോശയൊക്കെ ആകുമ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പോഴത്തേക്കും ജോലി കുറവുണ്ട്. അങ്ങനെ അപ്പത്തിനുള്ള മാവെല്ലാം അരച്ച് മൂടി വെച്ച് കടലയും കുതിർക്കാൻ വെച്ച് രാവിലെ എണീറ്റ് നോക്കിയപ്പോഴേക്കും അപ്പത്തിന് മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. തൂവി ഞാനൊരു പ്ലേറ്റ് അടിയിൽ വെക്കുന്നത് ഇന്നലെ അതങ്ങ് മറന്നുപോയി. നിങ്ങൾ കണ്ടില്ലേ ഞാൻ അരച്ച് വെച്ചത് എന്തോളമാണ്, ഇപ്പോൾ പൊങ്ങി വന്നപ്പോൾ എന്തോളം ഉണ്ടെന്ന്. ഇങ്ങനെ പൊന്തി വന്നിരിക്കുമ്പോഴേ നമ്മുടെ അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടും. നമ്മുടെ കടലയും കുതിർന്ന് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പത്തിൻ്റെ മാവിൻ്റെ ടെക്സ്ചർ എപ്പോഴും ഇങ്ങനെ ആവണം. ഇങ്ങനെ ആയാലേ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് പൂ പോലുള്ള അപ്പം കിട്ടും. ഇനി നമ്മുടെ റെസിപ്പി തുടങ്ങാം. നമ്മൾ കുതിർത്ത് വെച്ച കടല ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. 1 കപ്പ് സവാള അരിഞ്ഞത്. ഇത് കൊച്ചുള്ളി ആവുന്നതാവും എപ്പോഴും നല്ലത്. എനിക്ക് അത് റെഡിയാക്കാനുള്ള മടി കാരണമാണ് ഞാൻ സവാള എടുത്തത്. 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അല്ലി, 1 പച്ചമുളക്. ഇവിടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അധികം എരിവ് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ 1 ചില്ലി മാത്രം എടുത്തത്. അവരവരുടെ പുളി അനുസരിച്ച് വേണം ടൊമാറ്റോ ചേർക്കാൻ. എനിക്ക് കുറച്ച് പുളി മതി, അതുകൊണ്ട് ഞാനൊരു ചെറിയ ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടു. ഇത് ഹോം മെയ്ഡ് ആണ്, അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ടാൽ മതി. അടുത്തതായി ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അതായത് ഇതിൻ്റെ മേലെ നിൽക്കത്തക്ക വിധത്തിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അത് എങ്ങനെ, അത് കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലെ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിട്ട് ഒരു 6 7 നമ്മളെ വിസിൽ വരുത്തണം. കടല എപ്പോഴും നന്നായിട്ട് വെന്ത് കിട്ടിയാലേ ഒരു ടേസ്റ്റ് വരുള്ളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴും അവരത് കഴിക്കല്ലേ, അത് പിറകെ കഴിക്കല്ലേ. അതുകൊണ്ട് കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതേപോലെ വേവണം. നമ്മൾ തൊട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പുട്ടുപോലെ ആവണം. എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങ വറുത്തത് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് ചേർത്ത് നന്നായി കലക്കണം, ഇളക്കി കൊടുക്കണം. പിന്നെ ഞാനിതിവിടെ അരച്ച് വെച്ചേക്കുന്നുണ്ട്. തേങ്ങ വറുത്തരച്ച റെസിപ്പി വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയായിട്ട് ഞാനൊരു തവി കടല കോരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് അറിയുമോ? ഞാൻ ഒരുപാട് മസാലകളൊന്നും ചേർത്തില്ല. അപ്പം ഗ്രേവിക്കൊരു തിക്നെസ് വരാൻ വേണ്ടിയാണ് ഇതിനെ നന്നായിട്ട് അരച്ച് ചേർത്തിരിക്കുന്നത്. ചൂടോടെ ഇട്ടൊരിക്കലും അരയ്ക്കാൻ പാടില്ല. അതിനാണ് ഞാൻ തണുത്ത വെള്ളം ഒഴിച്ചത്. നമ്മൾ തണുക്കാൻ വേണ്ടി താമസിക്കില്ലേ, അതുകൊണ്ട് തണുത്ത വെള്ളം ഒഴിച്ചാൽ അരച്ചാൽ മതി. അങ്ങനെ കറിയൊക്കെ തിളച്ച് കുറുകി റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് താളിക്കാനുള്ള പരിപാടിയും കൂടെ നോക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണം, അല്ലാതെ ഓയിലൊക്കെ ചേർത്ത് ഒരു ടേസ്റ്റ് വരില്ല. അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്തു. കടലക്കറിയിൽ എപ്പോഴും തേങ്ങാക്കൊത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ഉള്ളി ഇട്ട് കൊടുത്താൽ അതങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തേങ്ങാക്കൊത്തൊരു പകുതി ആയപ്പോഴേക്കും ഉള്ളി ഇട്ട് കൊടുത്തത്. നമ്മൾ പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അത് അവിടെ ഇരുന്ന് റെഡി ആയിക്കോട്ടെ. നമുക്ക് അപ്പോഴേക്കും അപ്പം ചുട്ടെടുക്കാം. അപ്പം ചുടാനായിട്ട് നമ്മൾ അപ്പച്ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓവർ ഹീറ്റ് ആവാൻ പാടില്ല. അതിലേക്ക് നമ്മൾ 1/4 തവി മാവ്, അതിൽ കൂടരുത്. അതിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സെൻറ്റർ പോർഷൻ വെന്ത് വരാൻ നല്ല താമസം എടുക്കും. അതിനെ നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കുക. നമ്മൾ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു മീഡിയം ഹീറ്റ് ആവാവുള്ളൂ പാന്. അങ്ങനെ മൂടി വെച്ച ശേഷം ദാണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ദാണ്ട് നോക്കൂ, നല്ല അടിപൊളി സോഫ്റ്റായിട്ട് വന്നിട്ടില്ലേ. നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്യും. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ താളിച്ചതും ഇവിടെ റെഡിയായി. നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു അടിപൊളി മണം വരും. അപ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. ഈ കടലക്കറി ഒരു 10 മിനിറ്റ് ഇരുന്നാലും നല്ല കുറുകി നല്ല തിക്കായിട്ട് വരും. പിന്നെ വീഡിയോ എടുക്കണം